ആർക്കാണ് പറയാൻ പറ്റുന്നത്? വിഭൂതിയോഗത്തിന്റെ ആദ്യത്തിൽ തന്നെ ഭഗവാൻ പറയുന്നുണ്ട്, ഈ വിഭൂതിയോഗം പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് നമ്മൾക്ക് നേട്ടം എന്നുള്ള കാര്യം. കേൾക്കാമോ? കേൾക്കുന്നുണ്ടോ? കേൾക്കാം പ്രഭു, കേൾക്കാം. യെസ്. എന്നിട്ട് ആരൊന്നും എന്താണ് പറയാത്തത്? എന്താണ് വിഭൂതിയോഗം പഠിച്ചാലുള്ള നേട്ടം? പറയും. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരും പറയുന്നില്ലല്ലോ. യെസ്, വിഭൂതിയോഗം പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഭക്തിയിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കും എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെ? ക്ലാസ്സുകളിൽ ചോദ്യം ചോദിക്കാത്തത് കൊണ്ട് ആരും ഒന്നും വായിക്കുന്നില്ല. വിഭൂതിയോഗം നമ്മൾ ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ ഭക്തിയിൽ നമ്മൾക്ക് ഉറച്ചു നിൽക്കാൻ സാധിക്കും എന്ന് ഭഗവാൻ പറയും. അതാണ് വിഭൂതിയോഗം പഠിച്ചു കഴിഞ്ഞാലുള്ള നേട്ടം എന്ന് ഭഗവാൻ പറയുന്നു. ഓക്കെ, നമ്മൾ സാധാരണഗതിയിൽ കഴിഞ്ഞ ദിവസത്തെ ശ്ലോകങ്ങൾ ചർച്ച ചെയ്തതിന് ശേഷമാണ് ഇന്നത്തെ ശ്ലോകത്തിലേക്ക് പോകുന്നത്. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചിട്ടുള്ള ശ്ലോകങ്ങൾ 29-ാമത്തെ ശ്ലോകം, 30-ാമത്തെ ശ്ലോകം, 31-ാമത്തെ ശ്ലോകമൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചിട്ടുണ്ടായിരുന്നു. ആയുധാനാമഹം വജ്രം ധേനൂനാമസ്മി കാമതുക് പ്രജനശ്ചാസ്മി കന്ദർപ്പ സർപ്പാണാമസ്മി വാസുകി അനന്തശ്ചാസ്മി നാഗാനാം വരുണോ യാദസാമഹം പിതൃണാം അര്യമാജാസ്മി യമ സംയമതാമഹം പ്രഹ്ലാദശ്ചാസ്മി ദൈത്യാനാം കാലകലയതാമഹം മൃഗാണാം ച മൃഗേന്ദ്രോഹം വൈനദേശ്ച പക്ഷിണാം പവനപവതാമസ്മി രാമ ശസ്ത്രഭൃതാമഹം ചഷാണാം മകരശ്ചാസ്മി സ്രോതസാമസ്മി ജാനവി. ഇത്രയും ശ്ലോകങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു. ഈ ശ്ലോകത്തിൽ നിന്ന് എന്തൊക്കെയാണ് മനസ്സിലായത് എന്നുള്ള കാര്യം പറഞ്ഞതിന് ശേഷം നമ്മൾക്ക് ഇന്നത്തെ ശ്ലോകങ്ങൾ വായിക്കാം. പറഞ്ഞോളൂ. അപ്പൊ കഴിഞ്ഞ ശ്ലോകത്തിൽ നിന്ന് എന്തൊക്കെയാണ് മനസ്സിലായത്? എന്തൊക്കെ പോയിന്റ്സ് ആണ് മനസ്സിലായത്? എന്തൊക്കെയാണ് നോട്ട് ചെയ്ത് വെച്ചത്? യെസ്, ആരാ പറയുന്നത്? എന്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ നിന്ന് നോട്ട് ചെയ്ത് വെച്ചത്? കഴിഞ്ഞ ശ്ലോകത്തിൽ നിന്ന് എന്താണ് മനസ്സിലായത്? പറയുന്നത് കേൾക്കാമോ? കേൾക്കുന്നുണ്ടോ? ഹരേ കൃഷ്ണ പ്രഭുജി, ഹരേ കൃഷ്ണ. സുപ്രഭാമാതാജി പറഞ്ഞോളൂ. നമ്മള് ഓരോ ശ്ലോകങ്ങളിൽ നിന്നുള്ള വിഭൂതികൾ എത്രണ്ണം വീതമാണെന്ന് പറഞ്ഞായിരുന്നു. അതാണ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. അതാണ് നമ്മൾ 29, 30, 31 നമ്മൾ എടുത്തത്. കഴിഞ്ഞ് പിന്നെ നമ്മൾ ഭാഗവതമല്ലേ എടുത്തു പോയത്. അപ്പോ ഈ 3 ശ്ലോകങ്ങളിൽ നിന്നുള്ളത് ഞാൻ നോട്ട് എഴുതി വെച്ചിട്ടുണ്ട്. നാഗങ്ങളിൽ അനന്തൻ, ജലജീവികളിൽ വരുണൻ, പിതൃക്കളിൽ ആര്യമാവ്, ശിക്ഷകരിൽ യമൻ. 4 വിഭൂതികൾ 29-ാമത്തെ ശ്ലോകത്തിൽ പഠിച്ചു. 30-ാമത്തെ ശ്ലോകത്തിലെ ദൈത്യന്മാരിൽ പ്രഹ്ലാദൻ, കീഴ്പ്പെടുത്തുന്നവയിൽ കാലം, വന്യമൃഗങ്ങളില് സിംഹം, പക്ഷികളില് ഗരുഡൻ. അവിടെ 4 വിഭൂതികള് 30-ാമത്തെ ശ്ലോകത്തിലും നമ്മൾ പഠിച്ചു. പിന്നെ 31-ല് അതും 4 വിഭൂതികള്, വായു, പിന്നെ രാമൻ, സ്രാവ്, ഗംഗാനദി, അങ്ങനെ പഠിച്ചു 4 വിഭൂതികള്. ഹരേ കൃഷ്ണ. ഓക്കെ, അപ്പൊ സുപ്രഭാമാതാജി പറഞ്ഞത് ഓരോ ശ്ലോകത്തിൽ എത്ര വിഭൂതി ഉണ്ട് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് മാത്രമായിരുന്നു പറഞ്ഞത് കഴിഞ്ഞ ക്ലാസ്സിൽ? ഓരോ ശ്ലോകത്തിലും ഇത്ര വിഭൂതി ഉണ്ട് എന്ന് മാത്രമാണോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? വേറെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? വേറെ എന്തെങ്കിലും പോയിന്റ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നോ കഴിഞ്ഞ ശ്ലോകത്തിൽ നിന്ന്?
യമന്റെ പുത്രരാണ് അഷ്ടവസുക്കൾ. അങ്ങനെ ഒരു സ്ഥിതി ഉണ്ട്. കേട്ടില്ല മാതാജി. യമന്റെ പുത്രരാണ് അഷ്ടവസുക്കൾ. അങ്ങനെ ഒന്ന് പറഞ്ഞിരുന്നു. അഷ്ടവസ്തുക്കളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ, യെസ് 12 മഹാന്മാരിൽ ഒരാളാണ് പ്രഹ്ലാദൻ. യെസ് 12 മഹാജനങ്ങളിൽ ഒരു വ്യക്തിയാണ് പ്രഹ്ലാദൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, മൃഗങ്ങളിൽ സിംഹമാണ്, വേറെന്താണ്? മൃഗങ്ങളിൽ ഗരുഡൻ. വിനതയുടെ ആയതുകൊണ്ട് ഗരുഡനെ വൈനതയൻ എന്ന് പറയുന്നു. വായു, അഗ്നി. ഇപ്പൊ ഗുരുവും വായും കൂടി ചേർന്ന് അവിടെ പ്രതിഷ്ഠ നടത്തിയോണ്ട് ഗുരുവായൂർ എന്ന പേര് വന്നു മനസ്സിലാക്കിയത്. ഭഗവാന്റെ പ്രതിനിധിയാണ് മത്സ്യങ്ങൾ. മത്സ്യങ്ങളിൽ ഏറ്റവും മകര മത്സ്യമാണ് പ്രധാനം. ഭഗവാൻ എല്ലാ ജീവികളുടെയും ഇടയിൽ അവതരിക്കുന്നു. മത്സ്യത്തിന്റെ സ്രാവ് അതാണ് ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ടത് എന്ന് മനസ്സിലാക്കിയത്. യെസ്. അപ്പം ഗരുഡന് വൈനതയൻ എന്നുള്ള പേരുണ്ട്. വിനതയുടെ പുത്രനായതുകൊണ്ടാണ് വൈനതയൻ എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അതെ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ കാര്യങ്ങളും ക്ലാസ്സിൽ കേൾക്കുന്ന കാര്യങ്ങൾ എഴുതി വെച്ചാൽ മാത്രമേ നമ്മൾക്ക് ഓർമ്മയുണ്ടാവൂ അല്ലെ? അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ വീണ്ടും ഒന്നും പറഞ്ഞില്ല, കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്നും പറഞ്ഞില്ല എന്ന് നമ്മൾ വിചാരിക്കും. ഒരു ശ്ലോകത്തിൽ എത്ര എണ്ണം ഉണ്ട് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന് നമ്മൾ വിചാരിക്കും. അങ്ങനെയല്ല, നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. നോട്ട് ചെയ്ത കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഓർമ്മയുണ്ടാവും. ഓക്കെ. പിന്നെ ത്രിവിക്രമൻ എന്നുള്ള ഒരു പേര് ഭഗവാൻ ഉണ്ടെന്നും. യെസ്, മാതാജി നോട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് മാതാജിക്ക് പറയാൻ സാധിച്ചിട്ടുള്ളത്. രാധാ മാതാജി. ഹരേ കൃഷ്ണ. ഓക്കെ, നമ്മൾക്ക് ഇന്നത്തെ ശ്ലോകങ്ങൾ വായിക്കാം. 32ാമത്തെ ശ്ലോകം. സർഗാണാമാദിരന്തശ്ച മധ്യം ചൈവാഹമർജുന അധ്യാത്മവിദ്യാവിദ്യാനാം വാദപ്രപദദാമഹം. വിവർത്തനം ഭാവാർത്ഥം വായിച്ചോളൂ. യെസ്, ആരാണ് വായിക്കുന്നത്? ഹരേ കൃഷ്ണ. ഞാൻ വായിക്കട്ടെ പ്രഭുജി? തുളസി മാതാജി വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. സർഗാണാമാദിരന്തശ്ച മധ്യം ചൈവാഹമർജുന അധ്യാത്മവിദ്യാവിദ്യാനാം വാദപ്രവദദാമഹം. സൃഷ്ടിയുടെ ആദ്യമധ്യാവസാനങ്ങൾ ഞാൻ തന്നെ അർജുന. ശാസ്ത്രങ്ങളിൽ അധ്യാത്മശാസ്ത്രവും തർക്കശാസ്ത്രങ്ങളിൽ നിർണയശാസ്ത്രവും സത്യവുമാണ് ഞാൻ. സൃഷ്ടികളിൽ ആദ്യത്തേത്. ഹരേ കൃഷ്ണ പ്രഭുജി, ഭാവാർത്ഥം കൂടെ വായിക്കട്ടെ? വായിച്ചോളൂ. സൃഷ്ടികളിൽ ആദ്യത്തേത് ഭൗതിക മൂലകങ്ങളുടേതാണ്. മുമ്പ് പറഞ്ഞതുപോലെ മഹാവിഷ്ണു, ഗർഭോദകശായി വിഷ്ണു, ക്ഷീരോദകശായി വിഷ്ണു എന്നിവരത്ര വിശ്വാവിഷ്കാരത്തെ സൃഷ്ടിക്കുന്നതും പ്രവർത്തിപ്പിക്കുന്നതും. പ്രപഞ്ച സംഹാരം ചെയ്യുന്നത് ശിവനാണ്. ബ്രഹ്മാവിന് സൃഷ്ടാവെന്ന നിലയ്ക്ക് 2ാം സ്ഥാനമേയുള്ളൂ. ഭഗവാന്റെ പ്രകൃതി ഗുണങ്ങളുടെ അവതാരങ്ങളാണ് ഈ സൃഷ്ടി സംഹാര ദേവതകൾ. അതിനാൽ സൃഷ്ടിജാലത്തിന്റെ ആദ്യമധ്യാന്തങ്ങൾ അദ്ദേഹം തന്നെ. ഉന്നത പഠനത്തിന് ഉതകുന്ന വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ പലവിധമുണ്ട്. 4 വേദങ്ങൾ, അവയുടെ 6 അംഗങ്ങൾ, വേദാന്ത സൂത്ര, ന്യായ ശാസ്ത്രം, മതഗ്രന്ഥങ്ങൾ, പുരാണങ്ങൾ എന്നിങ്ങനെ പഠിക്കേണ്ടുന്ന കൃതികൾ 14 വിധം. ഇവയിൽ ആധ്യാത്മിക വിദ്യ, ആധ്യാത്മിക ശാസ്ത്രം, വിശേഷിച്ച് വേദാന്ത സൂത്രം കൃഷ്ണന്റെ പ്രതിനിധിയാണ്. താർക്കരികരിൽ വിവിധ തരത്തിലുള്ള വാദമുഖങ്ങളുണ്ട്. തെളിവ് സഹിതം ഒരാളുടെ വാദഗതിയെ ന്യായീകരിക്കുന്നതോടൊപ്പം എതിർഭാഗത്തെ ന്യായീകരിക്കുന്നതിന് ജൽപ്പം എന്ന് പറയുന്നു. എതിരാളിയെ പരാജയപ്പെടുത്തുവാൻ മാത്രം ചെയ്യുന്ന വാദഗതിയാണ് വിദണ്ഡ. യഥാർത്ഥമായ നിഗമനത്തിൽ എത്തിച്ചേരലാണ് വാദം. ഈ നിർണയ സത്യമാണ് കൃഷ്ണന്റെ പ്രതിനിധി. ഹരേ കൃഷ്ണ. 33 വായിക്കണം പ്രഭുജി? ഇത് ഡിസ്കസ് ചെയ്തതിനു ശേഷം വായിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഓക്കെ, അപ്പൊ എന്താണ് ഭഗവാൻ പറയുന്നത് 32ാമത്തെ ശ്ലോകത്തിൽ? സർഗാണാം ആദിരന്തശ്ച മധ്യം ചൈവാഹം അർജുന അധ്യാത്മവിദ്യാവിദ്യാനാം വാദ
പ്രവദതാമഹം എന്ന് പറഞ്ഞിരിക്കും. സർഗാണാം ആദിരന്തശ്ച മധ്യം ചൈവാഹം അർജുന. സർഗത്തിൽ വെച്ച്, സർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൃഷ്ടിയാണ്, സൃഷ്ടി പ്രക്രിയ. അതിനാണ് സർഗം എന്ന് പറയുന്നത്. ഈ പ്രപഞ്ചത്തിനെ സൃഷ്ടിക്കുന്ന ആ പ്രക്രിയ, ആ പ്രോഗ്രാം, അതിനാണ് സർഗം എന്ന് പറയുന്നത്. ആ സർഗത്തിന്റെ ആദി, അന്തം, മധ്യം ഇതെല്ലാം ഭഗവാൻ തന്നെയാണ് എന്ന് പറയുന്നു. സൃഷ്ടി നടത്തുന്നതും സ്ഥിതി ചെയ്യിപ്പിക്കുന്നതും സംഹാരം നടത്തുന്നതും ഭഗവാന്റെ നിർദ്ദേശപ്രകാരമാണ് എന്ന് പറയും. നമ്മൾ വിചാരിക്കും സാധാരണഗതിയിൽ സൃഷ്ടി നടത്തുന്നത് ബ്രഹ്മാവാണ്, അതേപോലെ സംഹാരം ചെയ്യുന്നത് മഹാദേവനാണ്, സ്ഥിതി മാത്രമാണ് വിഷ്ണു ചെയ്യുന്നത് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ സൃഷ്ടി നടത്തുന്നതും സ്ഥിതി നടത്തുന്നതും സംഹാരത്തിന് ഉള്ള നിർദ്ദേശം നൽകുന്നതും ഭഗവാൻ തന്നെയാണ് എന്നുള്ള കാര്യം ഇവിടെ പറഞ്ഞിരിക്കുന്നു. അതിൽ ഭാവാർത്ഥത്തിൽ ശ്രീല പ്രഭുപാദർ പറയുന്നുണ്ട്, ഈ സൃഷ്ടിയുടെ ആദ്യ ഭാഗം നടത്തുന്നത് ഭഗവാൻ തന്നെയാണ്. അല്ലെ, സൃഷ്ടി 2 ഭാഗമായിട്ടാണ് നടക്കുന്നത്. നമ്മൾ ഭാഗവതത്തിൽ വായിക്കുന്നുണ്ട്. അല്ലെ, സൃഷ്ടിയുടെ 2 ഭാഗങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നോ? എന്തൊക്കെയാണ്? സൃഷ്ടി 2 ഭാഗമായിട്ടാണ് നടക്കുന്നത്. അല്ലെ, സർഗവും വിസർഗവും. സർഗവും വിസർഗവും. സർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ നേരിട്ട് സൃഷ്ടിക്കുന്നതാണ്. വിസർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മാവിന്റെ സൃഷ്ടിയാണ്. അപ്പൊ ഈ സർഗത്തിലാണ് ഭഗവാൻ ഈ ഭൗതിക ലോകത്തിലെ ഈ പ്രപഞ്ചത്തിലെ എല്ലാ ഭൗതിക വസ്തുക്കളും സൃഷ്ടിക്കുന്നത്. പഞ്ചഭൂതങ്ങള്, അതേപോലെ 10 ഇന്ദ്രിയങ്ങള്, ഇന്ദ്രിയ വിഷയങ്ങൾ, പിന്നീട് മനസ്സ്, സൂക്ഷ്മേന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ഇങ്ങനെയുള്ള സൂക്ഷ്മേന്ദ്രിയങ്ങൾ, അവബോധം, ഇങ്ങനെ ആകെ 24 ഘടകങ്ങളും സൃഷ്ടിക്കുന്നത് ആര് തന്നെയാണ്? ഭഗവാൻ തന്നെയാണ്. അതിനെയാണ് സർഗം എന്ന് പറയുന്നത്. ആദ്യത്തെ സൃഷ്ടി. രണ്ടാമത്തെ സൃഷ്ടി, അതായത് ഈ വസ്തുക്കളെല്ലാം ഉപയോഗിച്ച് വ്യത്യസ്തമായിട്ടുള്ള ജീവജാലങ്ങളെ സൃഷ്ടിക്കുന്നത്, ജീവികളെ സൃഷ്ടിക്കുന്നത്, ജീവജാലങ്ങളുടെ ശരീരത്തിനെ സൃഷ്ടിക്കുന്നത് ബ്രഹ്മാവാണ്. അത് രണ്ടാമത്തെ സൃഷ്ടിയാണ്. നേരത്തെ ഭഗവാൻ ഈ വസ്തുക്കളൊന്നും സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ബ്രഹ്മാവിന് ആ വസ്തുക്കൾ ഉപയോഗിച്ച് വ്യത്യസ്ത ശരീരങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് സർഗാണാം ആദി. സർഗത്തിന്റെ ആദിഭാഗം, ആ സൃഷ്ടിയുടെ ആദിഭാഗം ചെയ്യുന്നത് ആര് തന്നെയാണ്? ഭഗവാൻ തന്നെയാണ് എന്ന് പറഞ്ഞിരിക്കും. പിന്നെ മധ്യം, ഈ സൃഷ്ടിയെ നിലനിർത്താൻ സഹായിക്കുന്നത് ഭഗവാൻ തന്നെയാണ്. അത് നമ്മൾക്കറിയാം. സർഗാണാം ആദി അന്തശ്ച, അവസാനവും ഭഗവാൻ തന്നെയാണെന്ന് പറഞ്ഞിരിക്കും. അല്ലെ, അപ്പൊ അവസാനം ചെയ്യുന്നത് ആരാണെന്ന് നമ്മൾക്കറിയാം. സംഹാരം. അല്ലെ, ആരാണ് സംഹാരമൂർത്തിയായിട്ടുള്ളത്? രുദ്രന്മാരാണ് സംഹാരം ചെയ്യുന്നത്. 11 രുദ്രന്മാർ. 11 രുദ്രന്മാരുടെ നേതൃത്വത്തിലാണ് സംഹാരം നടക്കുന്നത്. ആ സംഹാരത്തിന് സഹായിക്കുന്നതും ഭഗവാൻ തന്നെയാണെന്ന് ഇവിടെ പറയുന്നുണ്ട്. അതെങ്ങനെയാണ്? ആ രുദ്രന്മാർ യഥാർത്ഥത്തിൽ ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള വിഭൂതികൾ തന്നെയാണ്, അല്ലെങ്കിൽ ഭഗവാന്റെ അവതാരം തന്നെയാണ് മഹാദേവൻ എന്ന് പറയുന്നത്. അല്ലെ, ബ്രഹ്മസംഹിതയിൽ പറയുന്നുണ്ട്, ക്ഷീരം യഥാദതി വികാര വിശേഷയോഗ സഞ്ജായതേ നഹി തദപൃഥഗസ്തി ഹേതോ ശംഭുതാമപി തഥാ സമുപൈതി കാര്യാത് ഗോവിന്ദമാദി പുരുഷം തമഹം ഭജാമി. പാല് പൊളിച്ച് തൈരാവുന്നത് പോലെയാണ് ഭഗവാൻ വിഷ്ണുമൂർത്തി മഹാദേവനായിട്ട് മാറുന്നത് എന്ന് പറയുന്നത്. അപ്പം അത് മഹാദേവന് യഥാർത്ഥത്തിൽ ആരുടെ വിസ്തരണം തന്നെയാണ്? ഭഗവാന്റെ വിസ്തരണം തന്നെയാണ്. സംഹാരം നടത്തുന്നതിന് വേണ്ടി ഭഗവാൻ രുദ്രന്മാരായിട്ട് വിസ്തരിക്കുന്നതാണ്. അത് ചെയ്യുന്നതും സംഹാരം ചെയ്യുന്നതും യഥാർത്ഥത്തിൽ ഭഗവാൻ തന്നെയാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. സർഗാണാം ആദി അന്തശ്ച മധ്യം ചൈവാഹം അർജുന. സർഗത്തിന്റെ സൃഷ്ടിയുടെ ആദ്യവും അന്ത്യവും മധ്യവും ഭഗവാൻ തന്നെയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് എന്നുള്ള കാര്യം ഇവിടെ പറഞ്ഞിരിക്കുന്നു. പിന്നെ എന്താണ് പറയുന്നത്? വിദ്യാനാം വാദപ്രപദതാമഹം. അധ്യാത്മവിദ്യ, ആത്മീയമായിട്ടുള്ള വിദ്യ. അധ്യാത്മവിദ്യ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മളെ കുറിച്ച് മനസ്സിലാക്കുക, ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കുക.
ഇതാണ് അധ്യാത്മവിദ്യ എന്ന് പറയുന്നത്. നമ്മളും ഭഗവാനുമായിട്ടുള്ള ബന്ധത്തിനെ കുറിച്ച് മനസ്സിലാക്കുക. ഇതാണ് യഥാർത്ഥത്തിൽ വിദ്യ എന്ന് പറയുന്നത്. ആ അധ്യാത്മവിദ്യ ഭഗവാൻ തന്നെയാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. നമ്മൾ ഒരുപാട് വിദ്യ നമ്മൾക്ക് ലഭിക്കുന്നുണ്ട്, ഒരുപാട് അറിവുകൾ നമ്മൾക്ക് ലഭിക്കുന്നുണ്ട്. അതിൽ അധ്യാത്മവിദ്യ ഭഗവാൻ തന്നെയാണ്, അല്ലെങ്കിൽ ഭഗവാന്റെ പ്രതിനിധിയാണ് അധ്യാത്മവിദ്യ എന്ന് പറഞ്ഞിരിക്കുന്നു. ഇതിൽ ഭാവാർത്ഥത്തിൽ ശീലപ്രഭാതർ ഈ വൈദിക ജ്ഞാനത്തിനെ കുറിച്ച്, വ്യത്യസ്തമായിട്ടുള്ള വിദ്യകളെ കുറിച്ച് പറയുന്നുണ്ട്. 14 തരത്തിലുള്ള കൃതികൾ നമ്മൾ ഈ അധ്യാത്മവിദ്യയിൽ പഠിക്കേണ്ടതായിട്ടുണ്ട് എന്ന് പറയും. 14 തരത്തിലുള്ള കൃതികളാണ് ആധ്യാത്മിക ശാസ്ത്രത്തിൽ പഠിക്കാനുള്ളത്. എന്തൊക്കെയാണ്? 4 വേദങ്ങൾ പഠിക്കണം, 4 വേദങ്ങൾ. അതേപോലെ വേദങ്ങളുടെ 6 അംഗങ്ങൾ ഉണ്ടെന്ന് പറയുന്നു. വേദത്തിന് 6 അംഗങ്ങളാണ് ഉള്ളത് എന്നാണ് പറയുന്നത്. ആ 6 അംഗങ്ങൾ എന്തൊക്കെയാണ്? ആ വേദങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നതിന് സഹായിക്കുന്നതാണ് 6 വേദാംഗങ്ങൾ എന്ന് പറയും. ആ വേദാംഗങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. ശിക്ഷ, വ്യാകരണം, നിരുക്തി, കൽപ്പം, ഛന്ദസ്, ജ്യോതിഷം. ഇതാണ് 6 വേദാംഗങ്ങളായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണ്? ശിക്ഷ, വ്യാകരണം, നിരുക്തി, കൽപ്പം, ഛന്ദസ്, ജ്യോതിഷം. ഇതാണ് 6 വേദാംഗങ്ങളായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇതെല്ലാം പണ്ട് കാലത്ത് ഗുരുകുലങ്ങളിൽ പഠിപ്പിക്കും, കുട്ടികളെ പഠിപ്പിക്കുന്നതാണ്. ഇന്നത്തെ കാലത്ത് സ്കൂളുകളിൽ ഇതൊന്നും പഠിപ്പിക്കുന്നില്ല. അതിൽ ശിക്ഷ എന്ന് പറയുന്നത് എന്താണ്? ശിക്ഷ എന്ന് പറയുന്നത് ഉച്ചാരണ ശാസ്ത്രമാണ്. എങ്ങനെയാണ് ഓരോ വാക്കും ഉച്ചരിക്കേണ്ടത്, ഓരോ വാക്കിനും ശരിയായിട്ടുള്ള ഒരു ഉച്ചാരണ രീതി ഉണ്ടാകും. അത് പഠിപ്പിക്കുന്നത് ശിക്ഷയിലാണ്. വ്യാകരണത്തിൽ പഠിപ്പിക്കുന്നത് സംസ്കൃതം വാക്കുകൾ എങ്ങനെ ഉപയോഗിക്കാം, ഒരു സെന്റൻസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ഇങ്ങനെയുള്ള ഗ്രാമറാണ് വ്യാകരണത്തിൽ പഠിപ്പിക്കുന്നത്. പിന്നീട് നിരുക്തി എന്ന് പറയുന്നത് വാക്കിന്റെ അർത്ഥങ്ങളാണ്. നിരുക്തി, ശബ്ദകോശം എന്ന് പറയും. ഓരോ വാക്കും ഉണ്ടായിട്ടുള്ളത് ഏത് ശബ്ദത്തിൽ നിന്നാണ്, അതിന്റെ യഥാർത്ഥ അർത്ഥം എന്താണ്, ഇതൊക്കെ പഠിക്കുന്നതാണ് നിരുക്തി എന്ന് പറയുന്നത്. പിന്നീട് കൽപ്പം എന്ന് പറയും. കൽപ്പം എന്ന് പറയുന്നത് വൈദിക ചടങ്ങുകൾ, ആചാരങ്ങൾ, യജ്ഞങ്ങൾ, ഇങ്ങനെയുള്ള വൈദിക ആചാരങ്ങളൊക്കെ പഠിപ്പിക്കുന്നതാണ് കൽപ്പം എന്ന് പറയുന്നത്. ഛന്ദസ് എന്ന് പറയുന്നത് ഒരു ശ്ലോകം എങ്ങനെയാണ് നമ്മൾ വായിക്കേണ്ടത്, ഏത് ഈണത്തിലാണ് ഒരു ശ്ലോകം വായിക്കേണ്ടത്, അതിന്റെ വൃത്തം എന്താണ് എന്നൊക്കെ പഠിപ്പിക്കുന്നതാണ് ഛന്ദസ് എന്ന് പറയുന്നത്. അതേപോലെ ജ്യോതിഷം എന്ന് പറയുന്നത് ഈ ലോകത്തിലെ പ്ലാനറ്റ്സ്, അത് നമ്മളെ എങ്ങനെയാണ് ബാധിക്കുന്നത്, വ്യത്യസ്തമായിട്ടുള്ള ഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിനെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്ന് മനസ്സിലാക്കി തരുന്നതാണ് ജ്യോതിഷം. ഇങ്ങനെ 6 അംഗങ്ങൾ അടങ്ങുന്നതാണ് വേദാംഗങ്ങൾ എന്ന് പറഞ്ഞിരിക്കും. ശിക്ഷ, വ്യാകരണം, നിരുക്തി, ഛന്ദസ്, കൽപ്പം, ജ്യോതിഷം. ഇങ്ങനെ 6 അംഗങ്ങളാണ് വേദത്തിനുള്ളത്. ഇപ്പൊ വേദം പഠിക്കുന്നതിന്റെ കൂട്ടത്തിൽ വേദം പഠിക്കാൻ സഹായിക്കുന്നതാണ് വേദാംഗങ്ങൾ എന്ന് പറയുന്നത്. അതേപോലെ വേദാന്ത സൂത്രം, ന്യായശാസ്ത്രം, മതഗ്രന്ഥങ്ങൾ, പുരാണങ്ങൾ എന്നിങ്ങനെ പഠിക്കേണ്ടുന്ന കൃതികൾ 14 വിധമാണ് എന്ന് ഭാവാർത്ഥത്തിൽ ശീലപ്രഭാതർ പറയുന്നത്. അധ്യാത്മശാസ്ത്രം പഠിക്കുമ്പോൾ പഠിക്കേണ്ട 14 കൃതികളാണ്. 4 വേദങ്ങൾ, 6 വേദാംഗങ്ങൾ, 10ആയി. പിന്നെ വേദാന്ത സൂത്രം 11, ന്യായശാസ്ത്രം 12, മതഗ്രന്ഥങ്ങൾ. ഇവിടെ മതഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത് മറ്റ് ഗ്രന്ഥങ്ങൾ, രാമായണം, മഹാഭാരതം പോലെയുള്ള ഇതിഹാസങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. അതേപോലെ പുരാണങ്ങൾ 18 പുരാണങ്ങൾ, 18 ഉപപുരാണങ്ങൾ നമ്മൾക്കുണ്ട്. ഇതെല്ലാം ചേർത്തിട്ട് 14 കൃതികളുണ്ട് എന്നാണ് പറയുന്നത്. ഇവയിൽ ആധ്യാത്മിക ശാസ്ത്രം, വിശേഷിച്ച് വേദാന്ത സൂത്രം കൃഷ്ണന്റെ പ്രതിനിധിയാണ് എന്ന് പറഞ്ഞിരിക്കും. ഇങ്ങനെ പഠിക്കാനുള്ള ഈ ഗ്രന്ഥങ്ങളിൽ ഭഗവാന്റെ പ്രതിനിധിയായിരിക്കുന്നത് ആരാണ്? വേദാന്ത സൂത്രമാണ്. അതില് ആ ആത്മാവിനെ കുറിച്ചും ആത്മാവും ഭഗവാനുമായിട്ടുള്ള ബന്ധത്തിനെ കുറിച്ച് വിശദീകരിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് വേദാന്ത സൂത്രം ഭഗവാന്റെ പ്രതിനിധിയാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. അധ്യാത്മവിദ്യ വിദ്യാനാം എന്ന് പറഞ്ഞിരിക്കുന്നു. പിന്നെന്താണ് പറയുന്നത്? വാദപ്രവദതാമഹം എന്നും പറഞ്ഞിരിക്കുന്നു.
വാദം നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം താർക്കികരിൽ പണ്ടത്തെ വേദപണ്ഡിതർ തർക്കം വയ്ക്കും. എന്താണ് ഒരു കാര്യം കൃത്യമായിട്ട് വേദത്തിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് ഒരു സഭ കൂടി വാദിച്ച് മനസ്സിലാക്കുന്നതാണ് തർക്കം എന്ന് പറയുന്നത്. ഇന്ന് കാണുന്ന പോലെയുള്ള തർക്കങ്ങളല്ല, വേദത്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് അവർ തർക്കം ചെയ്യുന്നത്. ഇന്ന സ്ഥലത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് തർക്കമുണ്ടാകും. അങ്ങനെ യഥാർത്ഥ സത്യം അറിയാനുള്ള വാദത്തിനെയാണ് ഇവിടെ ഭഗവാൻ ഉദ്ദേശിക്കുന്നത്. ആ വാദം ആര് തന്നെയാണ്? ഭഗവാൻ തന്നെയാണ്. സത്യം അറിയാൻ വേണ്ടി ചെയ്യുന്ന വാദം അത് ഭഗവാന്റെ പ്രതിനിധിയാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. അതല്ലാതെയുള്ള വാദങ്ങളെ കുറിച്ചും ശ്രീല പ്രഭാതരെ എടുത്തു പറയുന്നുണ്ട്. അതിന് ഉദാഹരണം പറഞ്ഞിട്ടുള്ളത് ജൽപ്പമാണ്. ജൽപ്പം എന്ന് പറയുന്നത് ഒരു സൈഡിനെ ന്യായീകരിക്കും. ഒരു കാര്യം പറയും, അതേ വ്യക്തി തന്നെ അതിന് വിപരീതമായിട്ടും ഉള്ള കാര്യവും ന്യായീകരിക്കും. അപ്പം അദ്ദേഹം എന്താണ് യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയിട്ടുള്ളത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അതിനാണ് ജൽപ്പം എന്ന് പറയുന്നത്. പിന്നീട് വിദണ്ഡ എന്നുള്ള കാര്യത്തിനെ കുറിച്ചും പറയുന്നുണ്ട്. ആ വിദണ്ഡ മറ്റൊരു വ്യക്തിയെ എങ്ങനെയെങ്കിലും പരാജയപ്പെടുത്തുക, അതിനുവേണ്ടി വാദിക്കുക. അത് ന്യായമായാലും അന്യായമായാലും വാദിച്ച് തോൽപ്പിക്കുക. അങ്ങനെ വാദിക്കുന്നതിനെയാണ് വിദണ്ഡ എന്ന് പറയുന്നത്. പക്ഷെ അതല്ല, ആ വാദമുഖങ്ങളല്ല യഥാർത്ഥ സത്യം അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള വാദം ഭഗവാന്റെ പ്രാതിനിധ്യമുള്ളതാണ് എന്നിവിടെ ഭഗവാൻ പറയുന്നത്. അപ്പൊ ഈ ശ്ലോകത്തിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? 32ാമത്തെ ശ്ലോകത്തിൽ സർഗാണാം ആദിരന്തശ്ച മധ്യം ചൈവാഹം അർജുന അധ്യാത്മവിദ്യാ വിദ്യാനം വാദ പ്രവദതാമഹം. 3 വിഭൂതികളെ കുറിച്ച് പറയുന്നുണ്ട് 32ാമത്തെ ശ്ലോകത്തില്. സർഗത്തിന്റെ ആദി, മധ്യം, അന്ത്യം, ഇത് 3ഉം ഭഗവാനാണ് എന്ന് പറഞ്ഞു. അതൊരു വിഭൂതി. പിന്നീട് അധ്യാത്മവിദ്യാ വിദ്യാനം, വിദ്യകളിൽ അധ്യാത്മവിദ്യ, ബ്രഹ്മസൂത്രം ഭഗവാൻ തന്നെയാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. അതേപോലെ വാദപ്രവദതാമഹം, വാദിക്കുന്നവരിൽ താർക്കികരിൽ വാദം ആയിട്ടിരിക്കുന്നത് ഭഗവാൻ തന്നെയാണ്, അല്ലെങ്കിൽ ഭഗവാന്റെ പ്രതിനിധിയാണ് വാദം എന്ന് പറഞ്ഞിരിക്കും. അപ്പൊ 3 വിഭൂതികൾ ഈ 32ാമത്തെ ശ്ലോകത്തില് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ശ്ലോകം കൂടി വായിക്കാം. 33ാമത്തെ ശ്ലോകം വിവർത്തനം വായിച്ചോളൂ. അതിനുശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഹരേ കൃഷ്ണ പ്രഭുജി. അജിത് പ്രഭുജി വായിച്ചോളൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. അധ്യായം 10 വിഭൂതി യോഗം. ശ്ലോകം നമ്പർ 33. അക്ഷരാണാമകാരോസ്മി സിന്ധുരാസാമാസുരസ്മിത അഹമേവാക്ഷയത്താരോ ദാതാരം വിശ്വതോ മുഖ. അക്ഷരങ്ങളിൽ അകാരവും സമാസങ്ങളിൽ ദ്വന്ദ്വസമാസവുമാണ് ഞാൻ. അവസാനമായ കാലവും സൃഷ്ടികർത്താക്കളിൽ ബ്രഹ്മാവും ഞാനാണ്. ഏത് ചാപ്റ്റർ വായിക്കുന്നത്? വിഭൂതി യോഗം 33 ശ്ലോകം. സംസ്കൃത അക്ഷരമാലയിൽ 1ാമത്തെ അക്ഷരമാണ് അകാരം. വൈദിക സാഹിത്യം അതിൽ നിന്ന് ആരംഭിക്കുന്നു. അകാരം ഉൾപ്പെടാത്ത ശബ്ദമില്ല. ശബ്ദത്തിന്റെ ഉദ്ഭവം അതിലാണെന്ന് പറയാം. ദ്വന്ദ്വസമാസങ്ങൾ പലതും സംസ്കൃതത്തിലുണ്ട്. ഉദാഹരണം രാമകൃഷ്ണ എന്ന പദം. ഇതിൽ രാമ, കൃഷ്ണ എന്നീ പദങ്ങൾ ഏകീഭാവിക്കുന്നത് കൊണ്ടാണ് ദ്വന്ദ്വസമാസം എന്ന പേർ പറയുന്നത്. എല്ലാ കൊലയാളികളിലും വെച്ച് ഏറ്റവും പ്രാധാന്യം കാലത്തിനാണ്. കാരണം അത് എല്ലാത്തിനെയും തനിക്കുന്നു. കാലം കൃഷ്ണന്റെ പ്രതിപുരുഷനാണ്. കാലക്രമേണ അഗ്നിപ്രളയം ഉണ്ടാവുകയും എല്ലാം നശിപ്പിക്കപ്പെടുകയും ചെയ്യും. സൃഷ്ടാക്കളായ ജീവാത്മാക്കളിൽ ചതുർമുഖനായ ബ്രഹ്മാവാണ് മുഖ്യൻ. തന്മൂലം അദ്ദേഹം പരമപുരുഷനായ കൃഷ്ണന്റെ ഒരു പ്രതിനിധിയാണ്. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു അജിത് പ്രഭുജി. ഹരേ കൃഷ്ണ. ഇവിടെ ഭഗവാൻ പറയുന്നു, അക്ഷരാണാം അകാരോസ്മി ദ്വന്ദ്വ സാമാസികസ്യ ച അഹമേവാക്ഷയകാലോ ധാതാഹം വിശ്വതോമുഖ. അക്ഷരങ്ങളിൽ വെച്ച് ഭഗവാൻ ആരാണ്? അകാരമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു.
അല്ലെ? എന്താണ് അകാരത്തിന്റെ പ്രത്യേകത? അകാരമില്ലാത്ത ഒരക്ഷരവുമില്ല. എല്ലാ അക്ഷരത്തിലും അകാരമുണ്ട്, അല്ലെ? ആ എന്ന് പറയുന്ന അക്ഷരത്തിലും അകാരമുണ്ട്, ബാക്കി എല്ലാ അക്ഷരങ്ങളിലും അകാരമുണ്ട്, അല്ലെ? കായിലാണെങ്കിലും അകാരമുണ്ട്. ക പ്ലസ് ആയാണ് ക എന്ന് പറയുന്നത്, ച പ്ലസ് ആയാണ് ച എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുന്ന സമയത്ത് എല്ലാ അക്ഷരങ്ങളിലും അകാരമുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എല്ലാ അക്ഷരങ്ങളുടെയും അടിസ്ഥാനമായിട്ടുള്ള ശബ്ദം അകാരമാണ്. ആ അകാരം ഭഗവാൻ തന്നെയാണ്. ഏത് അക്ഷരം വായിക്കുമ്പോഴും നമ്മൾ ആരുമായിട്ടാണ് കണക്ട് ആവുന്നത്? ഭഗവാനുമായിട്ടാണ് കണക്ട് ആവുന്നത്. അതുകൊണ്ടാണ് നമ്മൾക്ക് ഓരോ അക്ഷരം വായിക്കുമ്പോഴും അല്ലെങ്കിൽ ഓരോ വാക്കുകൾ വായിക്കുമ്പോഴും നമ്മൾക്ക് ഓരോരോ അർത്ഥതലങ്ങൾ ലഭിക്കുന്നത് ഭഗവാനിൽ നിന്ന് ലഭിക്കുന്നതാണ്. അക്ഷരാണാം അകാരോസ്മി. ഏതക്ഷരം കണ്ടു കഴിഞ്ഞാലും നമ്മൾക്ക് ഭഗവാൻ ഓർക്കാൻ സാധിക്കും, കാരണം അതിലെല്ലാം അകാരമുണ്ട്, അല്ലെ? ഏതക്ഷരത്തിലും അകാരമുള്ളത് കൊണ്ട് ഭഗവാൻ അകാരമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. പിന്നീട് ദ്വന്ദ് സാമാസികസ്യച, സമാസങ്ങളിൽ ദ്വന്ദ്സമാസമാണെന്ന് പറഞ്ഞിരിക്കും. സമാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്കുകൾ തമ്മിൽ കൂട്ടിച്ചേർക്കാൻ ഉപയോഗിക്കുന്ന വ്യാകരണത്തിലെ മെത്തേഡാണ് സമാസം എന്ന് പറയുന്നത്. സന്ധി സമാസം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ സമാസങ്ങളിൽ ദ്വന്ദ്സമാസം ഭഗവാൻ തന്നെയാണെന്ന് പറഞ്ഞിരിക്കും. ദ്വന്ദ്സമാസം, രണ്ട് വാക്കുകൾ കൂടിച്ചേരുന്ന സമയത്ത് രണ്ട് വാക്കിനും ഒരേ പ്രാധാന്യമുള്ളതാണ് ദ്വന്ദ്സമാസം. രണ്ട് വാക്കിനും ഒരേപോലെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അങ്ങനെയുള്ള സമാസമാണ് ദ്വന്ദ്സമാസം എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ ഉദാഹരണം ശ്രീല പ്രഭുപാദർ പറയുന്നുണ്ട്. രാമകൃഷ്ണ എന്നുള്ളത് ദ്വന്ദ്സമാസമാണെന്ന് പറഞ്ഞിരിക്കും. രാമനും കൃഷ്ണനും ആ രണ്ട് വാക്കിനും ഒരേ പ്രാധാന്യമാണുള്ളത്. രാമകൃഷ്ണ എന്ന് പറയുന്ന ആ ഒരു ദ്വന്ദ്സമാസം അത് ഭഗവാന്റെ പ്രതിനിധിയാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. അഹമേവാക്ഷയകാലോ ധാതാഹം വിശ്വതോമുഖ എന്ന് പറയുന്നു. അഹമേവ അക്ഷയകാലോ, അനവസാനമായ കാലം, ഒരിക്കലും നശിക്കാത്ത കാലം, അല്ലെ? കാലം പെർമനന്റ് ആണ്, കാലം എല്ലാ സമയത്തും ഉള്ളതാണ്, അതൊരിക്കലും നശിക്കുന്നില്ല. ആ കാലവും ഭഗവാന്റെ പ്രതിനിധി തന്നെയാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. അഹമേവാക്ഷയകാലോ. അതില് ശ്രീലപ്രഭാതർ ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്, ഈ കാലം എന്ന് പറയുന്നത് ഏറ്റവും വലിയ കൊലയാളിയാണ് എന്ന് പറയുന്നു. എല്ലാ കൊലയാളികളിലും വെച്ച് ഏറ്റവും പ്രാധാന്യം കാലത്തിനാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. കാലത്തിന് വലിയൊരു കൊലയാളിയായിട്ടാണ് പറയുന്നത്. കൊലയാളി എന്ന് പറയാൻ കാരണം എന്താണ്? കാലം എല്ലാത്തിനെയും നശിപ്പിക്കും, അല്ലെ? കാലാകാലമായിട്ട് നിലനിൽക്കുന്നതായിട്ടൊന്നുമില്ല. ഭൗതിക ലോകത്തിലെല്ലാം കാലത്തിന്റെ പ്രവാഹം കൊണ്ട് നശിച്ചു പോകും. അതുകൊണ്ട് കാലമാണ് ഏറ്റവും വലിയ കൊലയാളി എന്ന് പറഞ്ഞിരിക്കും. ശ്രീലപ്രഭാതർ ഒരു സ്ഥലത്ത് ചോദിക്കുന്നുണ്ട്, എല്ലാവരും ഹിറ്റ്ലറെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്, ഹിറ്റ്ലർ വലിയ കൊലയാളിയാണ് എന്ന് പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട്. പക്ഷെ ആരും അന്വേഷിക്കുന്നില്ല ഇപ്പോൾ ഹിറ്റ്ലർ എവിടെ പോയി. ഹിറ്റ്ലറും മരിച്ചുപോയി, അല്ലേ? ആ വലിയ കൊലയാളിയെ കൊന്ന കൊലയാളി ആരാണ് എന്നാരും അന്വേഷിക്കുന്നില്ല. ഹിറ്റ്ലർ വലിയ കൊലയാളിയാണ്, പക്ഷെ അദ്ദേഹത്തിനെ ആരാണ് കൊന്നത്? അദ്ദേഹം മരിച്ചുപോയി, അദ്ദേഹം ഇപ്പോൾ ഇല്ലല്ലോ. ആ ഹിറ്റ്ലറെയും വധിച്ച കൊലയാളി കാലമാണ്. കാലം എന്ന് പറയുന്നത് ഭഗവാൻ തന്നെയാണ്, അല്ലെ? ഭഗവാൻ തന്നെയാണ് എല്ലാവരെയും വധിക്കുന്നത്. അപ്പം നമ്മൾ നേരിട്ട് കാണുന്ന കൊലയാളികളെ മാത്രമേ നമ്മൾ അന്വേഷിക്കുന്നുള്ളൂ. ഏറ്റവും വലിയ കൊലയാളി ഭഗവാന്റെ പ്രതിനിധിയായിട്ടുള്ള കാലം തന്നെയാണ്. അതിനെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കണം എന്നാണ് പറയുന്നത്, അല്ലെ? ഹിറ്റ്ലറെയും വധിച്ച കൊലയാളിയാണ് കാലം. അത് ഏറ്റവും വലിയ കൊലയാളിയാണ് എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. അഹമേവാക്ഷയകാലോ ദാതാഹം വിശ്വതോമുഖം. പിന്നെന്താണ്? ദാതാഹം വിശ്വതോമുഖം. വിശ്വതോമുഖനായിട്ടുള്ള ധാതാവ് എന്ന് പറയുന്നത് ബ്രഹ്മാവിനെയാണ് പറയുന്നത്. ആ ധാതാക്കളിൽ, അതായത് പ്രജാപതിമാരിൽ, സൃഷ്ടികർത്താക്കളിൽ ബ്രഹ്മാവ് ഭഗവാൻ തന്നെയാണ്, അല്ലെങ്കിൽ ഭഗവാന്റെ പ്രതിനിധിയാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. സൃഷ്ടിക്ക് വേണ്ടിയിട്ട് ഒരുപാട് വ്യക്തികളെ സൃഷ്ടിച്ചിട്ടുണ്ട് ബ്രഹ്മാവിന്റെ പുത്രന്മാരായിട്ട് ദക്ഷ പ്രജാപതി, മനു, അതേപോലെ മരീചി, അങ്കിരസ്, അത്രി, ഇങ്ങനെയുള്ള മഹർഷിമാർ.
അവർക്ക് ആദ്യത്തെ സൃഷ്ടിക്ക് വേണ്ടിയിട്ട് ലോകത്ത് മുഴുവൻ ജനങ്ങളെ വർദ്ധിപ്പിക്കുന്നതിനായിട്ട് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളവരാണ്. അവരിൽ പ്രധാനിയാണ് ബ്രഹ്മാവ്. ദാതാഹം വിശ്വതോമുഖം. ഭഗവാന്റെ തന്നെ അവതാരമാണ്, ഭഗവാന്റെ തന്നെ ഗുണാവതാരമാണ് ബ്രഹ്മാവ്. രജോ ഗുണത്തിനെ നിയന്ത്രിക്കുന്ന വ്യക്തിയായിട്ടാണ് ബ്രഹ്മാവ് അറിയപ്പെടുന്നത്. അങ്ങനെയുള്ള ബ്രഹ്മാവും ഭഗവാന്റെ പ്രതിനിധിയാണ് എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ ഒരു ശ്ലോകത്തിൽ 4 വിഭൂതികളെ കുറിച്ച് പറയുന്നുണ്ട്. അക്ഷരങ്ങളിൽ അകാരം ഭഗവാൻ തന്നെയാണെന്ന് പറഞ്ഞു. അതേപോലെ സമാസങ്ങളിൽ ദ്വന്ദ്സമാസം ഭഗവാനാണെന്ന് പറഞ്ഞു. അക്ഷയമായിട്ടുള്ള കാലം, ഒരിക്കലും നശിക്കാത്ത കാലം, എല്ലാത്തിനെയും നശിപ്പിക്കുന്ന കാലം ഭഗവാന്റെ പ്രതിനിധിയാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. ധാതാഹം വിശ്വതോമുഖ. സൃഷ്ടിക്കുന്ന വ്യക്തികളിൽ ഏറ്റവും ഉന്നതനായിട്ടുള്ള സൃഷ്ടാവായിട്ടുള്ള ബ്രഹ്മാവ്, ഭൗതിക ലോകത്തിൽ ഏറ്റവും ഉന്നതനായിട്ടുള്ള സൃഷ്ടാവായിട്ടുള്ള ബ്രഹ്മാവും ഭഗവാന്റെ പ്രതിനിധിയാണ് എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. നമുക്ക് അടുത്ത ശ്ലോകം കൂടി വായിക്കാം. 34-ാമത്തെ ശ്ലോകം. ശ്ലോകം വിവർത്തനം ഭാവാർത്ഥം വായിച്ചുള്ളൂ. അതിനുശേഷം നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാം. ഹരേ കൃഷ്ണ ഗുരുജി. ഞാൻ വായിക്കട്ടെ മാതാജി, ഞാൻ വായിക്കട്ടെ. യെസ്, വായിച്ചോളൂ മാതാജി. നളിനി മാതാജി വായിച്ചോളൂ. ശ്ലോകം 34. മൃത്യു സർവഹരത്യാഹ മുദ്ഭവസ്യ ഭവിഷ്യതാം കീർത്തി ശ്രീ വാക്ചനാരീണാം സ്മൃതിർമേധ ധൃതിക്ഷമ. സർവസംഹാരിയായ മരണവും ഭാവിയുടെ ഉത്ഭവസ്ഥാനവും സ്ത്രീകളിൽ യശസ്, ഭാഗ്യം, സുന്ദരഭാഷണം, ഓർമ്മശക്തി, ബുദ്ധി, സ്ഥൈര്യം, ക്ഷമ എന്നിവയും ഞാനാണ്. ഭാവാർത്ഥം: ജനനശേഷം ഓരോ നിമിഷവും മനുഷ്യൻ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്ഷണം തോറും മൃത്യു ജീവനെ വിഴുങ്ങുന്നു. ഒടുവിലത്തെ വിഴുങ്ങൽ മാത്രം മരണമെന്ന് കരുതപ്പെടുന്നു. ആ മരണവും കൃഷ്ണനാണ്. എല്ലാ ജീവികൾക്കും ആയുഷ്കാലത്ത് 6 ദശകൾ പിന്നിടാനുണ്ട്. ജനനം, വളർച്ച, സ്ഥിതി, ഉൽപാദനം, ക്ഷയം, അവസാനം മരണം. ഇവയിൽ ആദ്യത്തേത് ഗർഭാശയത്തിൽ നിന്നുള്ള മോചനം, ജനനമാണ്. അതും കൃഷ്ണൻ തന്നെ. ജനനമെന്ന ആദ്യ ദശയാണല്ലോ മറ്റെല്ലാറ്റിനേക്കാട്ടിന്റെയും പ്രാരംഭം. മുൻപറഞ്ഞ 7 വിഭൂതികൾ യശസ്, ഭാഗ്യം, നല്ല വാക്ക്, ഓർമ്മശക്തി, ബുദ്ധി, സ്ഥൈര്യം, ക്ഷമ മുതലായ സ്ത്രീലിംഗങ്ങളായിട്ടാണ് അറിയപ്പെടുന്നത്. അവയിൽ എല്ലാമോ ചിലതുമെങ്കിലോ ഉണ്ടെങ്കിൽ ഒരാൾ കീർത്തിമാനാകാം. നീതിനിഷ്ഠനെന്ന് പേരെടുത്തവൻ കീർത്തിമാനാകുന്നു. തികവുറ്റ ഭാഷ എന്ന നിലയ്ക്ക് ആദരാർഹമാണ് സംസ്കൃതം. പഠിച്ചു കഴിഞ്ഞ ഒരു വിഷയം പിന്നീട് ഓർമ്മയിൽ സൂക്ഷിക്കാനുള്ള കഴിവാണ് സ്മൃതി. വ്യത്യസ്ത വിഷയങ്ങളെക്കുറിച്ചുള്ള ഗ്രന്ഥങ്ങൾ വായിക്കുക മാത്രമല്ല, അവയെ ഗ്രഹിച്ച് വേണ്ടുന്ന സന്ദർഭങ്ങളിൽ പ്രയോഗിക്കുകയും ചെയ്യാനുള്ള കഴിവാണ് ബുദ്ധി അഥവാ മേധ. ചാബല്യത്തിന് വഴങ്ങാതിരിക്കാനുള്ള കരുത്താണ് സ്ഥൈര്യം അഥവാ ധൃതി. ഒരാൾ പൂർണ്ണയോഗ്യത നേടിയെങ്കിലും വിനീതനാണെങ്കിൽ, ദുഃഖത്തിലും ആനന്ദാതിരേകത്തിലും സമചിത്തത പുലർത്താനുള്ള കഴിവുണ്ടെങ്കിൽ അയാൾക്ക് ക്ഷമയുണ്ടെന്ന് പറയാം. ഹരേ കൃഷ്ണ. യെസ്, താങ്ക് യു നളിനി മാതാജി. ഹരേ കൃഷ്ണ. 34-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു: മൃത്യു സർവഹരശ്ചാഹം ഉദ്ഭവശ്ച ഭവിഷ്യതാം കീർത്തി ശ്രീവാക്ച നാരീണാം സ്മൃതിർമേധ ധൃതിക്ഷമ. മൃത്യു നേരത്തെ പറഞ്ഞതിന്റെ ബാക്കി തന്നെയാണ്. കാലമാണെന്ന് ഭഗവാൻ പറഞ്ഞു. ഇവിടെ ഭഗവാൻ പറയുന്നു മൃത്യുവാണ് എന്ന് പറഞ്ഞു. ഭഗവാൻ തന്നെയാണ് മൃത്യു, അല്ലെ? ഭഗവാന്റെ പ്രതിനിധിയാണ് മൃത്യു. ജനിച്ച എല്ലാവരും മരിക്കുമെന്നാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നത്. ജാതസ്യ ഹി ധ്രുവോ മൃത്യു ധ്രുവം ജന്മം വധസ്യ. മൃത്യു വളരെ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ആരും മിസ്സാവാതെ മരിക്കും. ജനിച്ച എല്ലാവരും മരിക്കും എന്ന് പറയുന്നു. ആ മൃത്യു എല്ലാവരെയും തിരിച്ചു കൊണ്ടുപോകുന്ന മൃത്യു. ആ മൃത്യുവിന്റെ പ്രത്യേകതയും ഭഗവാൻ പറയുന്നുണ്ട്. സർവഹരശ്ചാഹം, എല്ലാറ്റിനെയും ഹരിക്കും, ആരെയും ഒഴിവാക്കാതെ എല്ലാറ്റിനെയും ഇല്ലാതാക്കുന്ന മൃത്യു ഭഗവാൻ തന്നെയാണ് എന്ന് പറഞ്ഞിരിക്കും. സർവഹരം, എല്ലാത്തിനെയും നമ്മളിൽ നിന്ന് വേർപെടുത്തും, അല്ലെ? നമ്മൾ നേടിവെച്ചതെല്ലാം മൃത്യു വന്നിട്ട് നമ്മളിൽ നിന്ന് വേർപെടുത്തും.
പിന്നെ നമ്മൾക്കൊന്നും കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. അല്ല, നമ്മൾ വായിച്ചിട്ടുണ്ട് പൂന്താനം പറഞ്ഞത് എന്താണ് പറയുന്നത്? ചത്തുപോകുന്നേരം വസ്ത്രം അതുപോലും എത്തിടാ കൊണ്ടുപോകാൻ ഒരുത്തർക്കും എന്ന് പറയും. അല്ല, നമ്മൾ കോടാനുകോടി രൂപ സമ്പാദിച്ചിട്ടുണ്ടെങ്കിലും അതിൽ നമ്മൾ ഉടുത്ത ഡ്രസ്സ് പോലും നമ്മൾക്ക് കൊണ്ടുപോകാൻ കഴിയുകയില്ല എന്നാണ് പറയുന്നത്. അതാണ് ഇവിടെ പറയുന്നത്, സർവഹരം, എല്ലാത്തിനെയും ഇല്ലാതാക്കുന്ന, എല്ലാം നമ്മളിൽ നിന്ന് വേർപെടുത്തുന്ന ആ മൃത്യു, അത് ഭഗവാൻ തന്നെയാണ് എന്ന് പറയുന്നു. മൃത്യു സർവഹരശ്ചാഹം ഉദ്ഭവശ്ച ഭവിഷ്യതാം. അടുത്ത ജന്മത്തിന്റെ തുടക്കവും ഭഗവാൻ തന്നെയാണ് എന്ന് പറയും. ഭഗവാന്റെ നേതൃത്വത്തിലാണ് അടുത്ത ജന്മം നമ്മൾക്ക് കിട്ടുന്നത്. പൂർവ്വജന്മത്തിന്റെ കർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കി അതിനനുസരിച്ചുള്ള ഒരു ശരീരം നമ്മൾക്ക് നൽകുന്നതും ഭഗവാന്റെ മേൽനോട്ടത്തിലാണ് എന്ന് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു 3-ാം സ്കന്ധത്തില് 31-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ ശ്ലോകം. അല്ല, എന്താണ് പറയുന്നത്? കർമ്മണാ ദൈവനേത്രേണ ജന്തുർദേഹോപവത്തയെ സ്ത്രീയാ പ്രവിഷ്ട ഉദരം പുംസാ രേതഗണാശ്രയ. കർമ്മണാ ദൈവനേത്രേണ, നമ്മുടെ പൂർവകർമ്മം അനുസരിച്ചും ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ചുമാണ് നമ്മൾക്ക് പുതിയൊരു ശരീരം ലഭിക്കുന്നത്. അപ്പം അടുത്ത ശരീരം ലഭിക്കുന്നത് 1-ാം സ്കന്ധത്തില് എത്രയാണ് പറയുന്നത്? 1-ാം സ്കന്ധത്തില് 3-ാം സ്കന്ധത്തില് 31-ാമത്തെ അധ്യായത്തില് 1-ാമത്തെ ശ്ലോകം 3.31.1. കപിലോപദേശ കർമ്മണാ ദൈവനേത്രേണ ജന്തുർദേഹോപവത്തയെ എന്ന് പറയുന്നു. സ്ത്രീയാ പ്രവിഷ്ട ഉദരം പുംസാ രേതഗണാശ്രയ. ഒരു ജീവാത്മാവിനെ അടുത്ത ഗർഭപാത്രത്തിലേക്ക് കടത്തിവിടുന്നത് ഭഗവാന്റെ മേൽനോട്ടത്തിലാണ്. കർമ്മണാ ദൈവനേത്രേണ, ഭഗവാന്റെ കൺമുന്നിലൂടെയാണ് ഇതെല്ലാം സംഭവിക്കുന്നത് എന്ന് പറയുന്നു. അപ്പൊ അടുത്ത ശരീരം തീരുമാനിക്കുന്നതും ഭഗവാൻ തന്നെയാണ് എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. ഉദ്ഭവശ്ച ഭവിഷ്യതാം എന്നാണ് ഭഗവാൻ പറയുന്നത്. ഉദ്ഭവശ്ച ഭവിഷ്യതാം, അടുത്ത ജന്മത്തിന്റെ തുടക്കവും ഭഗവാൻ തന്നെയാണ്. ഭഗവാൻ അറിയാതെയല്ല നമ്മൾക്ക് ഈ ശരീരം കിട്ടിയിട്ടുള്ളത്. ഇപ്പൊ നമ്മൾക്ക് കിട്ടിയിട്ടുള്ള ശരീരം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് കിട്ടിയതാണ്, അല്ലെ? എത്ര പൂന്തനം പറയുന്നുണ്ട്, എന്താണ് പറയുന്നത്? എത്ര കാലം പ്രയാസപ്പെട്ടിക്കാലം അത്ര വന്നു പിറന്നു സുഹൃതത്താൽ. ഒരുപാട് ജന്മത്തിലെ സുഹൃതം കൊണ്ടാണ് നമ്മൾക്ക് ഈ ഒരു മനുഷ്യജന്മം, ഭഗവാനെ കുറിച്ച് അറിയാനുള്ള ഒരു മനുഷ്യജന്മം കിട്ടിയിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അതും ഭഗവാന്റെ ഒരു അനുഗ്രഹം തന്നെയാണ്. ഉദ്ഭവശ്ച ഭവിഷ്യത, അടുത്ത ശരീരം ഭഗവാന്റെ നേതൃത്വത്തിലാണ് കിട്ടുന്നത് എന്ന് പറയും. പിന്നെ എന്താണ് പറയുന്നത്? കീർത്തി ശ്രീവാക്ചനാരീണാം സ്മൃതിർമേധ ധൃതിക്ഷമ. കീർത്തി ശ്രീവാക്ചനാരീണാം, സ്ത്രീകളിലുള്ള കീർത്തി, അവരുടെ യശസ്, അതേപോലെ ശ്രീവാക്ക്, സുന്ദരമായിട്ടുള്ള ഭാഷണം. ശ്രീവാക്ക് എന്ന് പറയുന്നത് ഭഗവാനെ സംബന്ധിച്ച സംസാരമാണ്. നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു, ദ്വാരകയിൽ നിന്ന് ഭഗവാൻ തിരിച്ചു പോകുന്ന സമയത്ത്, ദ്വാരകയിൽ ഭഗവാൻ എത്തിച്ചേർന്ന സമയത്ത്, ഹസ്തിനാപുരത്ത് നിന്നും ഭഗവാൻ ദ്വാരകയിൽ എത്തിച്ചേർന്ന സമയത്ത് അവിടെയുള്ള സ്ത്രീകളെല്ലാം ഭഗവാനെ കുറിച്ചാണ് സംസാരിച്ചിരുന്നത്. അവരുടെ സംസാരം ഭഗവാനെ കുറിച്ചായതുകൊണ്ട് അത് വേദങ്ങളെക്കാൾ ഉന്നതമായിരുന്നു എന്ന് പറയുന്നു. വേദങ്ങളിലുള്ള ശ്രുതി മന്ത്രങ്ങളെക്കാൾ ശ്രേഷ്ഠമായിരുന്നു അവിടെ ദ്വാരകയിലെ സ്ത്രീകളുടെ സംഭാഷണം എന്ന് പറയും. കീർത്തി ശ്രീവാക്ക്, ഭഗവാനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പം അതെന്തായിട്ട് മാറും? ശ്രീവാക്കായിട്ട് മാറും. ഏറ്റവും മംഗളകരമായിട്ടുള്ള സംസാരമായിട്ട് മാറും. അത് വേദതുല്യമായിട്ട് മാറും. അങ്ങനെയുള്ള സംഭാഷണം, ഭഗവാനെ സംബന്ധിച്ച സംഭാഷണവും ഭഗവാന്റെ പ്രതിനിധിയാണ് എന്ന് പറയും. അല്ലെ, മറ്റു ഭൗതിക വിഷയങ്ങൾ സംസാരിക്കുമ്പോഴല്ല, ഭഗവാനെ കുറിച്ച് സംസാരിക്കുമ്പോഴാണ് നമ്മുടെ വാക്കുകൾ ശ്രേഷ്ഠമായിട്ട് മാറുന്നത്, അല്ലെങ്കിൽ ശ്രീ വാക്കുകളായിട്ട് മാറുന്നത് എന്ന് പറയും. കീർത്തി ശ്രീവാക്ച നാരീണാം സ്മൃതിർ മേധാ ധൃതിക്ഷമ. എന്താണ് സ്മൃതി എന്നും എന്താണ് മേധ എന്നും എന്താണ് ധൃതി എന്നും ക്ഷമ എന്നും ഒക്കെ ശ്രീല പ്രഭുപാദരുടെ ഭാവാർത്ഥത്തിൽ വിശദീകരിക്കുന്നത് നമ്മൾക്ക് കാണാൻ സാധിക്കും. സ്മൃതി എന്ന് പറയുന്നത് നമ്മൾ വായിച്ചിട്ടുള്ള കാര്യങ്ങൾ ഓർമ്മ വെക്കുന്നതിനാണ് സ്മൃതി എന്ന് പറയുന്നത്. അല്ല, കലിയുഗത്തിൽ സ്മൃതി കുറവായിരിക്കും എന്നും പറയുന്നുണ്ട്. പ്രായേണ അല്പായുഷാ സഭ്യ കലോ അസ്മിൻ യുഗേജന. സ്മൃതി കുറവായിരിക്കും എന്ന് പറയുന്നുണ്ട് കലിയുഗത്തിൽ. അത് കലിയുഗത്തിന്റെ ഒരു ലക്ഷണമാണ്.
അപ്പം ആ ഒരു സ്മൃതി എന്തൊക്കെയാണോ നമ്മൾ വായിച്ചിട്ടുള്ളത്, വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ കേട്ട് മനസ്സിലാക്കിയിട്ടുള്ളത്, അത് ഓർമ്മിച്ച് വെക്കുന്നതിനെയാണ് സ്മൃതി എന്ന് പറയുന്നത്. സ്മൃതിർ മേധ. മേധ എന്ന് പറയുന്നത് നമ്മൾ വായിച്ച് ഗ്രഹിച്ച കാര്യം ജീവിതത്തിൽ പ്രയോഗിക്കാനുള്ള കഴിവാണ്. വെറുതെ വായിച്ചു പോകുകയല്ല, അല്ലെങ്കിൽ അത് ഓർമ്മിച്ചു വെക്കുകയല്ല, അതെങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രയോഗിക്കാം എന്നറിയുന്നതിനെയാണ് മേധ എന്ന് പറയുന്നത്. മേധയുള്ളവർക്ക് അത് ജീവിതത്തിൽ അനുഭവത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. മറ്റുള്ളവർ അത് കേട്ട് അതേപടി ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. സ്മൃതിർ മേധ. ധൃതി. ധൃതി എന്ന് പറയുന്നത് സ്ഥൈര്യം. എല്ലാ അവസ്ഥയിലും നമ്മൾ ശാസ്ത്രത്തിനെ പിന്തുടരുന്ന, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയ സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നതിനെയാണ് സ്ഥൈര്യം എന്ന് പറയുന്നത്. അവസ്ഥകൾ മാറി മാറി വരും. ചിലപ്പോൾ അനുകൂലമായിട്ടുള്ള അവസ്ഥയുണ്ടാകും, ചിലപ്പോൾ വിപരീതമായിട്ടുള്ള അവസ്ഥയുണ്ടാകും. പക്ഷെ രണ്ടവസ്ഥയിലും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നതിനെയാണ് സ്ഥൈര്യം എന്ന് പറയുന്നത്. സ്ഥൈര്യം അല്ലെങ്കിൽ ധൃതി എന്ന് പറയുന്നത്. സ്മൃതിർ മേധ ധൃതി ക്ഷമ എന്ന് പറഞ്ഞിരിക്കുന്നു. ക്ഷമ എന്ന് പറയുന്നത് സമചിത്തത എന്നാണ് ശ്രീല പ്രഭാകർ പറയുന്നത്. ദുഃഖത്തിലും ആനന്ദത്തിലും സമചിത്തത പുലർത്തുന്നതിനെയാണ് ക്ഷമ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഗുണങ്ങളൊക്കെ ഭഗവാന്റെ പ്രതിനിധികളാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. കീർത്തി, ശ്രീവാഗ്, സ്മൃതി, മേധ, ധൃതി, ക്ഷമ എന്ന് പറഞ്ഞിട്ടുള്ള ഈ വിഭൂതികളൊക്കെ ഭഗവാന്റെ പ്രതിനിധികളായിട്ട് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, യെസ്. പിന്നെ നമ്മൾക്ക് അടുത്ത ശ്ലോകം അടുത്ത ദിവസം വായിക്കാം. ഇന്ന് വായിച്ചതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് പോകും ഡിസ്കസ് ചെയ്യാം. ഹരേ കൃഷ്ണ പ്രഭു. ഈ ശ്ലോകത്തിലെ 34-ാമത്തെ ശ്ലോകത്തില് നാരീണാം എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടല്ലോ, അതിന്റെ പ്രസക്തി എന്താണ്? യെസ്, അത് ശ്രീല പ്രഭാകർ പറയുന്നുണ്ട്. ഈ പറഞ്ഞിട്ടുള്ള വിഭൂതികളൊക്കെ സ്ത്രീലിംഗമായിട്ടാണ് അറിയപ്പെടുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നത്. കീർത്തി, ശ്രീവാക്, സ്മൃതി നമ്മൾ കേൾക്കുമ്പോൾ തന്നെ എന്താണ്? സ്ത്രീലിംഗമാണ്. വാക്കുകളൊക്കെ സ്ത്രീലിംഗമാണ്. അതുകൊണ്ട് ഒരു കാരണം നാരീണാം എന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഇതെല്ലാം സ്ത്രീകളിൽ ഉണ്ടാകുന്ന ക്വാളിറ്റീസ് ആണ് സാധാരണഗതിയിൽ, അല്ലെ? ക്ഷമ, അതേപോലെ സ്മൃതി, ഇതെല്ലാം സ്ത്രീകളിൽ കൂടുതലായിട്ടുണ്ടാകുന്ന ക്വാളിറ്റീസ് ആണ്. അപ്പൊ സ്ത്രീകൾക്ക് ഭഗവാൻ പ്രത്യേകം നൽകിയിട്ടുള്ള ക്വാളിറ്റീസ് ആണ്. കീർത്തി, കീർത്തി ശ്രീവാക്ച നാരീണാം, സ്മൃതിർ മേധ ധൃതി ക്ഷമ. സ്ത്രീകളുടെ ഈ ക്വാളിറ്റി നമ്മൾക്ക് കൂടുതൽ പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. കീർത്തിയാണെങ്കിലും, കീർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീതിമാൻ, നീതി പുലർത്തുന്ന ഒരു വ്യക്തി കീർത്തിമാനായിട്ട് മാറും എന്നാണ്, അല്ലെങ്കിൽ കീർത്തിവതിയായിട്ട് മാറും എന്ന് പറയുന്നുണ്ട്. ശ്രീവാക്ക്, സംസാരിക്കാനുള്ള ടെൻഡൻസി ആർക്കാണ് കൂടുതൽ? സ്ത്രീകൾക്കാണ്, അല്ലെ? പക്ഷെ അത് ഭഗവാനെ കുറിച്ചാകുമ്പോ എന്തായിട്ട് മാറും? ശ്രീവാക്കായിട്ട് മാറും. ഭൗതിക വിഷയങ്ങളല്ലാതെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് സ്ത്രീകൾക്ക് പെട്ടെന്ന് ഭഗവാനെ കുറിച്ച് പ്രചരിപ്പിക്കാൻ സാധിക്കും. പ്രചരണത്തിന് ഏറ്റവും നല്ല ആളുകൾ സ്ത്രീകളാണ്, അല്ലെ? അപ്പം അതിനുള്ള ടെൻഡൻസി സ്ത്രീകൾക്കുള്ളത് കൊണ്ട് അത് ശ്രീവാക്കായിട്ട് മാറ്റാൻ നമ്മൾക്ക് സാധിക്കും. ഭഗവാനെ കുറിച്ച് സംസാരിക്കാം. അതേപോലെ സ്മൃതി, ഓർമ്മശക്തി സ്ത്രീകൾക്ക് കൂടുതലുണ്ടാവും, അല്ലെ? പുരുഷന്മാരെ എല്ലാ കാര്യങ്ങളും ഓർമ്മിപ്പിക്കുന്നത് ആരാണ്? സ്ത്രീകളാണ്, അല്ലെ? അത് മറന്നുപോയോ, ഇത് മറന്നുപോയോ എന്ന് പറഞ്ഞിട്ട് ഓർമ്മിപ്പിക്കാം. എല്ലാ ഡാറ്റാ ബാങ്കും സ്ത്രീകളുടെ കയ്യിലുണ്ടാവും. ഫുള്ള് ഡാറ്റ, എന്തൊക്കെ സംഭവിച്ചു, എന്നാണ് കുട്ടിയുടെ പിറന്നാള്, ഇതൊക്കെ കൃത്യമായിട്ട് ഓർമ്മയുണ്ടാവും. എന്നാണ് കല്യാണം കഴിഞ്ഞത്, അത് എന്ത് ദിവസമായിരുന്നു, ഇതൊക്കെ കൃത്യമായിട്ട് ഓർമ്മിക്കുന്നത് ആരാണ്? സ്ത്രീകളാണ്. സ്മൃതിർ മേധ ധൃതി ക്ഷമ, ഈ ക്വാളിറ്റീസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീകളിൽ പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഭഗവാന്റെ പ്രത്യേക അനുഗ്രഹമാണ്. ഇതൊക്കെ ഭക്തിയിൽ നമ്മൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഭഗവാന്റെ ഭക്തിയിൽ നമ്മളെ സഹായിക്കുന്നതാണ് ഈ ക്വാളിറ്റീസ് ഒക്കെ, അല്ലെ? ഹരേ കൃഷ്ണ. താങ്ക് യു ഹരേ പ്രഭു. കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഇപ്പോൾ വായിച്ചതിൽ വേറെ എന്തെങ്കിലും സംശയമുണ്ടോ? വിജയപ്രേം മാതാജി പറഞ്ഞോ. ഹരേ കൃഷ്ണ. ഞാൻ ചോദിക്കുന്നത് ശരിയാണോന്ന് അറിയില്ല, എങ്കിലും